ദൈവത്തിന് സ്തോത്രം. എല്ലാ ദൈവമക്കൾക്കും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നവീകരണ ശബ്ദം, വോയിസ് ഓഫ് റിഫോർമേഷൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ദൈവമക്കളെയും കർത്താവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നവീകരണം അഥവാ റിഫോർമേഷൻ എന്ന വാക്കിന്റെ അർത്ഥം നേരെയാക്കുക അല്ലെങ്കിൽ തിരുത്തുക എന്നുള്ളതാണ്. നേരെയാക്കുക എന്ന് വെച്ചാൽ നമുക്കറിയാം, ഒരു വസ്തു അതായിരിക്കേണ്ട അവസ്ഥയിൽ നിന്ന് വളഞ്ഞോ പുളഞ്ഞോ പോയിട്ടുണ്ടെങ്കിൽ അതിനെ പൂർവസ്ഥിതിയിൽ ആക്കുക, നേരെയാക്കുക എന്നുള്ളതാണ്. തിരുത്തുക എന്ന് വെച്ചാൽ ഒരു പ്രത്യേക മാർഗനിർദ്ദേശം അനുസരിച്ച് ഒരു പ്രവൃത്തി ചെയ്യുവാൻ നമ്മെ ആരെങ്കിലും ഭരമേൽപ്പിച്ചാൽ ആ പ്രവൃത്തി നാം ചെയ്യുന്ന ഓരോ ഘട്ടത്തിലും പിന്നിലേക്ക് നോക്കി നാം തീർത്ത ഓരോ ഘട്ടങ്ങളും ശരിയാണോ, നമുക്ക് ലഭിച്ച മാർഗനിർദ്ദേശവുമായി നോക്കി അത് ശരിയാണോ എന്ന് പരിശോധിച്ച് എന്തെങ്കിലും പിഴവുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ തിരുത്തുക എന്ന അർത്ഥമാണ്. ദൈവവചന പ്രകാരം നാം ഈ വാക്കുകളെ പരിശോധിച്ചാൽ ദൈവത്തിന്റെ വചനപ്രകാരം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവുമായി ഒരു പുനർ ഏകീകരണത്തിലേക്ക് നാം വരിക എന്നുള്ളതാണ്. അതായത് ദൈവത്തിന്റെ തിരുഹിതത്തിന് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നാം കീഴ്പ്പെട്ട് ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ള അർത്ഥമാണ്. ഇവിടെ എന്താണ് ഈ വാക്കുകളുടെ പ്രസക്തി? നമുക്ക് ഓരോ മതവിശ്വാസങ്ങളിൽ നിന്നും, ചിലര് ക്രിസ്തീയ മത പശ്ചാത്തലങ്ങളിൽ നിന്നുമാണ് വളരെ ആവേശത്തോടും ആർത്തിയോടും ദൈവരാജ്യത്തിന് വേണ്ടി, നിത്യജീവന് വേണ്ടി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മരണത്തിൽ ആശ്രയിച്ച് അവിടുത്തെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ച് ദൈവമക്കളായി തീരുവാൻ ദൈവം അവസരം നൽകിയത്. ദൈവത്തിന്റെ തിരുവചനം നാം പഠിക്കുമ്പോൾ ഒരാൾ യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ച് സ്നാനപ്പെടുക എന്നുള്ളത് ക്രിസ്തീയ ജീവിതത്തിന്റെ കേവലം ഒരു തുടക്കം മാത്രമാണ്. പത്രോസ് അപ്പോസ്തലൻ ഇതിനെ കുറിച്ച് പറയുന്നത്, ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്ക് വേണ്ടി വളരുവാൻ. രക്ഷയ്ക്ക് വേണ്ടി വളരുവാൻ ഇപ്പോൾ ജനിച്ച ഒരു ശിശു മാത്രമാണ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുന്ന ഒരു വ്യക്തി. മറ്റൊരർത്ഥത്തിൽ നാം ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ ദൈവത്തിന്റെ ഒരു കൃഷി എന്നുള്ള നിലയിൽ ദൈവം നമ്മെ തന്റെ തോട്ടത്തിൽ നടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നാം ആ തോട്ടത്തിൽ അവകാശിയാകണം എന്നില്ല. നാം നമ്മെ നടുകയാണ്. ദൈവം നമുക്ക് നൽകുന്ന ആനുകൂല്യങ്ങൾ, പരിചരണങ്ങളെല്ലാം സ്വീകരിച്ച് അവിടുത്തെ വചനത്തിൽ നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്ന വചനത്തിൽ നാം ആത്മീയമായ പോഷണം വലിച്ചെടുത്ത് നമ്മെ നട്ട കർത്താവിന് വേണ്ടി ഫലം കായ്ക്കുവാൻ ദൈവം നമ്മെ നട്ടിരിക്കുകയാണ്. ഒരു മണവാട്ടി എന്നുള്ള അർത്ഥത്തിൽ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ നാം പരിശോധിച്ചാൽ, ആത്മീയമായി ജനിച്ച ഒരു ശിശു വിവാഹ പ്രായത്തിലേക്ക് ആവശ്യമായിരിക്കുന്ന ദൈവവചനത്തിന്റെ പോഷണം യഥാസമയങ്ങളിൽ ഭക്ഷിച്ച് യൗവനയുക്തിയായി ആരോഗ്യത്തോടെ സൗന്ദര്യത്തോടെ വളർന്ന് മണവാളന് വേണ്ടി ഒരുക്കപ്പെടുന്ന മണവാട്ടി. അങ്ങനെ വളർച്ച പ്രാപിക്കുവാനാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്.
ക്രിസ്തീയ ജീവിതത്തെ ഒരു ഓട്ടത്തോട് തുലനം ചെയ്യുമ്പോൾ ഓട്ടക്കളത്തിൽ ഓടുവാൻ വേണ്ടി ഒരു സെലക്ഷൻ നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഇനി ക്രിസ്തീയ ജീവിതം ദൈവത്തിന്റെ വചനമെന്ന ആ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന ട്രാക്കിലൂടെ ഓടി അവസാനിച്ചുവെങ്കിൽ മാത്രമേ നാം ജയാളികളായി നാം ആഗ്രഹിക്കുന്ന ആ കിരീടം നമുക്ക് പ്രാപിക്കാൻ കഴിയുള്ളൂ. ക്രിസ്തീയ ജീവിതത്തെ ഒരു പോരാട്ടത്തോട് അല്ലെങ്കിൽ ഒരു പോർക്കളത്തോട് നാം തുലനം ചെയ്താൽ ദൈവത്തിന്റെ സേനയിൽ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ ഈ ആത്മീയ യുദ്ധത്തിൽ ഒരു പോരാളിയാക്കി ദൈവം നമ്മെ സെലക്ട് ചെയ്താക്കിയിരിക്കുകയാണ് വീണ്ടും ജനനത്തിലൂടെ. ഇനി ഒരാത്മീയ പോരാട്ടം നമ്മുടെ ജീവിതത്തിൽ ചട്ടപ്രകാരം ചെയ്ത് നാം കിരീടം പ്രാപിക്കേണ്ടത് നമ്മുടെ ഭാഗത്തെ ദൗത്യമാണ്. ഇന്ന് നാം നമ്മുടെ ആത്മീയ മണ്ഡലത്തിലേക്ക് നോക്കിയാൽ ദൈവമക്കൾ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ആവേശത്തോടെ പെന്തക്കോസ്ത് എന്ന് പറയുന്ന ഈ പ്രസ്ഥാനത്തിലേക്ക്, അതിന്റെ ഏതെങ്കിലും ഒരു വിഭാഗത്തിലേക്ക് കടന്നു വരുന്നു. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക എന്നുള്ള ഒരു ഘട്ടം കൂടെയുണ്ട്. ചിലരൊക്കെ അത് പ്രാപിക്കുന്നു, ചിലര് അതും അത്ര കാര്യമാക്കാതെ പോകുന്നു. ഇങ്ങനെ സഭകളിൽ ചേർന്ന് കഴിഞ്ഞാൽ പിന്നീട് ആ സഭകളുടെ ഭൗതികമായ നിലനിൽപ്പിന് വേണ്ടിയുള്ള കേവലം ഉപകരണങ്ങളാക്കി ഈ ദൈവമക്കൾ മാറ്റപ്പെടുകയാണ്. അവിടെ വരുന്ന പാസ്റ്റർമാർക്ക് ചെലവിന് കൊടുക്കുക, അവരെ തീറ്റിപ്പോറ്റുവാൻ കഠിനമായി അധ്വാനിക്കുന്നതിന്റെ ഭാഗങ്ങൾ നാം കൊടുത്ത് അവരെ പോറ്റി പുലർത്തുക, സംഘടന നിശ്ചയിക്കുന്ന പിരിവുകളൊക്കെ കൊടുക്കുക. ഇനി ആ പാസ്റ്ററും ആ സംഘടനയുടെ ആ ബ്രാഞ്ചും കൂടെ ചേർന്ന് നിശ്ചയിക്കുന്ന ഭൗതികമായ കെട്ടിടപ്പണികളോ പള്ളിപ്പണികളോ മറ്റെന്തൊക്കെ പ്രോഗ്രാമുകൾ ആയാലും അതിലേക്ക് ആവശ്യമായ സാമ്പത്തികം ഉണ്ടാകുന്ന ഒരു സ്രോതസ്സായി ദൈവമക്കളെ ഉപയോഗിക്കപ്പെടുന്നു. അതിലുപരി ഒരു ദൈവപൈതലിനെ ദൈവം വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമായ രീതിയിൽ കർത്താവിന് വേണ്ടി ഫലം കായ്ക്കുവാൻ, ഒരു നല്ല ഓട്ടമോടി തീർക്കുവാൻ, ഒരു നല്ല ആത്മീയ പൊരുത് വിജയം പ്രാപിക്കുവാൻ, ഒരു നല്ല ആത്മവൃക്ഷമായി വളർന്ന് ഫലം കായ്ക്കുവാൻ യേശുക്രിസ്തുവിന്റെ മണവാട്ടിയായി ആരോഗ്യത്തോടും സൗന്ദര്യത്തോടും നന്നായി വളർച്ച പ്രാപിച്ച ഒരു കന്യകയായി സഭയെ അല്ലെങ്കിൽ ദൈവമക്കളെ ഒരുക്കുവാനുള്ള യാതൊരു ഉത്തരവാദിത്തങ്ങളും ഇന്നത്തെ പെന്തക്കോസ്ത് കൂട്ടങ്ങളിൽ കാണുന്നില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരനുഭവമാണ്. രക്ഷിക്കപ്പെട്ട ഓരോ ദൈവമക്കളും ചിന്തിക്കേണ്ട ഒരു വിഷയം, നാം കർത്താവിന്റെ സന്നിധിയിൽ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപിൽ പ്രതിഫലം വീതിക്കുന്ന ആ ന്യായവിധിയിൽ നാം നിൽക്കുമ്പോൾ ഇവിടെ നമ്മെ നടത്തിയവരെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അത് കർത്താവ് പറയും, അവരുടെ പ്രവർത്തിക്ക് ദൈവം അവരെ ന്യായം വിധിക്കും. എന്നാൽ ദൈവമക്കളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ആരെയും പ്രതി അല്ലെങ്കിൽ സാഹചര്യങ്ങളെ പ്രതി അല്ലെങ്കിൽ നാം വന്നു ചേർന്ന സമൂഹം ഇങ്ങനെയായിരുന്നു എന്നുള്ളത് കൊണ്ട്
ഞാൻ ഇത്രേ അറിഞ്ഞുള്ളൂ, അതുകൊണ്ട് എനിക്ക് ഇതിനു മീതെ പോകാൻ കഴിഞ്ഞില്ല എന്ന് പറയുവാൻ കഴിയുകയില്ല. കാരണം ദൈവം പഴയ നിയമത്തെ മാറ്റിയിട്ട് പുതിയ നിയമം നമ്മുടെ ആത്മീയ ആഹാരമായി നമുക്ക് നൽകിയിരിക്കുകയാണ്. ഇത് എടുത്ത് ദൈവസന്നിധിയിൽ നിന്ന് ഭക്ഷിക്കേണ്ടത്, ഭക്ഷിച്ച് വളരേണ്ടത്, നമ്മുടെ ഓട്ടത്തിന്റെ അന്ത്യം എന്താകുമെന്ന്, അതിൻ്റെ സ്പീഡ് എത്ര വേണം, എങ്ങനെ നാം ഓടണം എന്നുള്ള എല്ലാ നിബന്ധനകളും ഈ പ്രമാണത്തിലാണ്, പുതിയ നിയമത്തിലാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. യേശുവിന്റെ മണവാട്ടിയായി കറയും ചുളുക്കവും ഇല്ലാതെ തേജസ്സോടെ കർത്താവിന്റെ മുൻപിൽ നിൽക്കുവാൻ നാം എങ്ങനെ ഒരുക്കപ്പെടണമെന്നുള്ള എല്ലാ ഒരുക്കത്തിന്റെ മാനദണ്ഡങ്ങളും പുതിയ നിയമത്തിൽ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. രക്ഷിക്കപ്പെടുന്ന ഓരോ ദൈവമക്കളുടെയും വ്യക്തിപരമായ ഉത്തരവാദിത്വമാണ് ആ നിയമം ആഹാരമായി, ഓട്ടത്തിന്റെ ചട്ടമായി, യുദ്ധത്തിന്റെ ചട്ടമായി, ആത്മീയ വളർച്ചയുടെ മാനദണ്ഡമായി, ഒരുക്കത്തിന്റെ മാനദണ്ഡമായി നമ്മുടെ ജീവിതത്തിൽ പരിശോധിച്ച് ഒരുക്കപ്പെടുക എന്നുള്ളത് ഓരോ ദൈവമക്കളുടെയും വ്യക്തിപരമായ ഉത്തരവാദിത്വമാണ്. ഇനി നമ്മെ നടത്തുന്നവർ അവർ എങ്ങനെ നടത്തി എന്നുള്ളതിനെ കുറിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ അവര് കണക്ക് പറയേണ്ടതാണ്. ഇന്നത്തെ അവസ്ഥയിലേക്ക് നാം നോക്കുമ്പോൾ വളരെ ദൈവവചനത്തിൽ നിന്ന് നാം മാറി, ദൈവത്തിന്റെ വ്യവസ്ഥകളിൽ നിന്ന്, ദൈവരാജ്യത്തിന്റെ വ്യവസ്ഥകളിൽ നിന്ന് മാറി യാത്ര ചെയ്യുന്ന വളരെ അപകടകരമായ ഒരനുഭവമാണ് ഇന്നത്തെ പെന്തിക്കോസ്ത് ലോകത്തെ ദൈവസഭയുടെ അടിസ്ഥാന പ്രമാണം, യേശുക്രിസ്തു മൂലക്കല്ലും അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും അടിസ്ഥാന കല്ലുകളുമായി പണിതു വരുന്ന ദൈവത്തിന്റെ സഭ, അതിന്റെ അടിസ്ഥാന പ്രമാണമായ പുതിയ നിയമവുമായി നാം തട്ടിച്ചു നോക്കുമ്പോൾ വളരെ അപകടകരമായ നിലയിലാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ ദൈവമക്കളും ദൈവവചനത്തിൽ ഈ കാര്യങ്ങൾ പുനർചിന്തനം ചെയ്യുവാൻ, പഠിക്കുവാൻ ദൈവം ഓരോ ദൈവമക്കളെയും കുറിച്ച് ആഗ്രഹിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ദൈവരാജ്യത്തെ കുറിച്ച്, അതിന്റെ നിയമസംഹിതകളെ കുറിച്ച് മത്തായി 5 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളിൽ തന്റെ ഗ്രീക്ക് പ്രഭാഷണത്തിൽ കർത്താവ് കൽപ്പിക്കുമ്പോൾ അതിന്റെ ഏറ്റവും ഒടുവിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവൻ എല്ലാം പാറമേൽ അടിസ്ഥാനമിട്ട്, ആഴ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകും. അതിന്റെ അപ്പുറത്ത് മറ്റൊരു പണി നടക്കുന്നുണ്ട്. വളരെ വേഗം പണിയുകയാണ്. ആ പണി ആഴ കുഴിക്കാതെ, അടിസ്ഥാനത്തിൽ ആ കുഴിയിൽ പാറയുണ്ടോ എന്ന് നോക്കാതെ മുകൾ പരപ്പിൽ നിന്ന് ഒരു പണി തുടങ്ങുകയാണ്. അതും പൂർത്തിയായി, 2 കെട്ടിടങ്ങളും പൂർത്തിയായി. ഇതിനോടുള്ള ബന്ധത്തിൽ തന്നെ ബുദ്ധിയുള്ള കന്യകമാരും ബുദ്ധിയില്ലാത്ത കന്യകമാരും നാം അത് ചിന്തിക്കണം. അങ്ങനെ ഇത് രണ്ടും പൂർത്തിയായി. കർത്താവിടെ പറയുന്നത്, കാറ്റ് അടിച്ചു, വൻമഴ ചൊരിഞ്ഞു, ആ വീട് വീണു, ആ വീടിന്റെ വീഴ്ച വലിയതായിരുന്നു. ഇതെപ്പോഴാണ് വീഴുന്നത്? ക്രിസ്തുവിന്റെ ന്യായാസനത്തിങ്കൽ രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളും തങ്ങളുടെ ജീവിതത്തിൽ, ശരീരത്തിലിരുന്നപ്പോൾ ചെയ്തത്, അതിനനുസരിച്ചുള്ള പ്രതിഫലത്തിനു വേണ്ടി ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ നമ്മുടെ താലന്തുകൾ വ്യാപാരം ചെയ്തു, എങ്ങനെ വ്യാപാരം ചെയ്തു എന്നതിനെ കുറിച്ചും, ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ എങ്ങനെ നാം ദൈവവചന പ്രകാരം വളർന്നു, പോരാടി, ഓടി എന്നുള്ളതിനെ കുറിച്ചുമുള്ള
ആ വലിയ പ്രതിഫലം വീതിക്കുന്ന ന്യായവിധിയിൽ നാം പുതിയ നിയമത്തിൽ നമ്മുടെ കർത്താവിന്റെ വചനങ്ങളിൽ ആഴക്കുഴിച്ച് നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ അടിസ്ഥാനമിട്ട് പണിഞ്ഞിട്ടില്ല എങ്കിൽ അത് വീണുപോകും. ഇത്രയും നാൾ പണിഞ്ഞിട്ട് ഒടുവിൽ വീഴുന്ന ആ വീഴ്ച വലിയതായിരിക്കും. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, നിങ്ങൾ ആർക്കെങ്കിലും ഇത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ ഭയപ്പെടുക. ഈ ഉദ്യമത്തിലൂടെ ഈ യൂട്യൂബ് ചാനലിൽ വോയിസ് ഓഫ് റിഫോർമേഷൻ എന്ന ഈ യൂട്യൂബ് ചാനലിന്റെ ഉദ്യമം ദൈവ വചനത്തിന്റെ, പുതിയ നിയമത്തിന്റെ, ദൈവസഭയുടെ പ്രമാണത്തിന്റെ വെളിച്ചത്തിൽ ഇന്നത്തെ ആത്മീയ ലോകത്തിലെ, വിശേഷാൽ പെന്തക്കോസ്ത് സമൂഹത്തിലെ അവസ്ഥകളെ ഒന്ന് പരിശോധിക്കുക. നാം എവിടെയൊക്കെ ദൈവവചനത്തിൽ നിന്ന് മാറി യാത്ര ചെയ്യുന്നു എന്ന് പരിശോധിക്കുക. അങ്ങനെ ഉണ്ടെന്ന് നാം കണ്ടുപിടിക്കുന്ന പക്ഷം ദൈവവചനത്തിലേക്ക് മടങ്ങി വരുവാൻ ദൈവമക്കളോട് ദൈവത്തിന്റെ സ്നേഹത്തിൽ ഒരു ബുദ്ധി ഉപദേശം ചെയ്യുക എന്ന് മാത്രമാണ് ഞങ്ങളുടെ ഉദ്ദേശം. തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ നാം നിൽക്കുന്ന ഇന്നത്തെ ഈ പെന്തക്കോസ്ത് ലോകത്തെയും അതിൻ്റെ നാനാവിധമാകുന്ന പ്രവർത്തന വിധങ്ങളെയും വേദപുസ്തകം അഥവാ സത്യവചനം, പുതിയ നിയമം, യേശുക്രിസ്തുവിന്റെ സഭ, വചനത്തിൽ കാണുന്ന മാതൃക, അതിന്റെ വെളിച്ചത്തിൽ ഒന്ന് താരതമ്യം ചെയ്ത് പഠിച്ച് അതിൽ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ ദൈവജനത്തിന്റെ മുൻപിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. എല്ലാ ദൈവമക്കളുടെയും നിസ്സീമമായ സഹകരണം, വിലപ്പെട്ട പ്രാർത്ഥനയും ഈ ഉദ്യമത്തിലേക്ക് ഞങ്ങൾ കർത്താവിന്റെ നാമത്തിൽ ക്ഷണിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ യൗവനക്കാർ, നമ്മുടെ തലമുറ, അവർ തിരുവചനത്തിൽ നിന്ന് കണ്ടും കേട്ടും പ്രസംഗത്തിൽ കൂടെ കേട്ടും പുതിയ നിയമത്തിന്റെ പ്രമാണങ്ങളായി അവർ കേട്ട പ്രസംഗങ്ങൾക്കും വായിച്ചറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾക്കും അവർ ജീവിതത്തിൽ നേരിട്ട് അഭിമുഖീകരിക്കുന്ന ഇന്നത്തെ നമ്മുടെ പെന്തക്കോസ്ത് സംഘടനാ മണ്ഡലങ്ങളിലുള്ള പ്രവർത്തനങ്ങളുടെ വിധങ്ങളും അവർ കണ്ട് പല യൗവനക്കാരും കുഴയുകയാണ്. അവർ വചനത്തിൽ കേട്ടതൊന്ന്, പ്രായോഗികമായി സഭകളിൽ കാണുന്നത് മറ്റൊന്ന്, ദൈവജനത്തിനിടയിൽ കാണുന്നത് മറ്റൊന്ന്. അവർ പകച്ചു നിൽക്കുമ്പോൾ ശത്രുവായ പിശാച് ആ ഇടനാഴിയിൽ കൂടെ അവനെ ലോകത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളുടെ നിത്യതയോർത്ത് അവർ ആത്മീയമായി പണിയപ്പെടുവാൻ ഇടയാകാത്ത അവസ്ഥയോർത്ത് നീറുന്ന എത്രയോ മാതാപിതാക്കൾ നമ്മുടെ ഇടയിലുണ്ട്. അവർക്ക് നല്ല ജോലി ഉണ്ടായിരിക്കാം, നല്ല പദവികളും പണവും ഉണ്ടായിരിക്കാം. പക്ഷേ അവരുടെ നിത്യത, അവർ യേശുവിനെ എങ്ങനെ സ്നേഹിക്കുന്നു, ഈ രക്ഷയുടെ നിത്യജീവന്റെ ആ മർമ്മം അവരുടെ ഹൃദയത്തിൽ എങ്ങനെ അവർ ഉൾക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് ആശങ്കപ്പെടുന്ന മാതാപിതാക്കൾ ഈ തലമുറയുടെ ഒരു വലിയ വേദനയാണ്. അതിന്റെ കാരണം നാം ദൈവവചനത്തിൽ നിന്ന് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് എന്ന് ദൈവത്തിന്റെ വചനം നമ്മോട് ബോധ്യമാക്കുകയാണ്. ഈ വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് വളരെ വിശദമായി ചിന്തിപ്പാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാ ദൈവമക്കളും
ഇതിൽ ദൈവസ്നേഹത്തിൽ നമ്മുടെ തലമുറകൾക്ക് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി, കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി, ഒരു മാറ്റത്തിന് വേണ്ടി നമ്മുടെ മനസ്സുകളെ ഒരുക്കി നമുക്കൊന്നായി ദൈവസന്നിധിയിൽ നിലവിളിപ്പാൻ, യഥാസ്ഥാനപ്പെടുവാൻ, വചനത്തിലേക്ക് മടങ്ങി വരുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ഈ എളിയ ഉദ്യമത്തെ അതിനായി ദൈവം ഉപയോഗിക്കട്ടെ എന്ന് ദൈവസന്നിധിയിൽ വളരെ താഴ്മയോടെ അപേക്ഷിക്കുന്നു. എല്ലാ ദൈവമക്കളുടെയും വിലപ്പെട്ട പ്രാർത്ഥനയും സഹകരണവും അഭ്യർത്ഥിക്കുന്നു. ദൈവമക്കളുടെ നിസ്സീയവുമായ സഹകരണം വീണ്ടും അപേക്ഷിക്കുന്നു. നിങ്ങളാൽ കഴിയുന്നിടത്തോളം ദൈവമക്കളിലേക്ക് ഈ ചിന്തകൾ, വിശേഷാൽ സംഘടനാ തലങ്ങളിൽ നേതാക്കന്മാരിലേക്ക്, സഭാ ഭരണ തലങ്ങളിൽ ഇരിക്കുന്ന കമ്മിറ്റിയിലേക്കൊക്കെ ഈ ചിന്തകൾ എത്തിച്ചേരുവാൻ, ഇതിനെ നിങ്ങൾക്ക് പങ്കിട്ടു കൊടുക്കുവാൻ ഇടയായി തീരും. അങ്ങനെ ദൈവരാജ്യത്തിന്റെ, യേശുക്രിസ്തുവിന്റെ പ്രവൃത്തിയിൽ നമുക്കും പങ്കാളികളാകുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. നമുക്കൊന്നിച്ച് കർത്താവിന്റെ മണവാട്ടിയായി വളരാൻ, കർത്താവിന് വേണ്ടി ഫലം കായ്ക്കുവാൻ വളരാൻ, യേശു കർത്താവിനെ എതിരേൽപ്പാൻ നമുക്ക് ഒരുങ്ങാം. നമുക്ക് ഈ യുദ്ധത്തിൽ ഏക മനസ്സോടെ, ഏകാത്മാവിൽ നിലനിന്ന് സുവിശേഷത്തിന്റെ പോരാട്ടം കഴിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. തുടർന്ന് നാം നേരത്തെ പറഞ്ഞ വിഷയങ്ങളുമായി ഒന്നൊന്നായി നമുക്ക് ഷെയർ ചെയ്യാം, ഒന്നൊന്നായി നമുക്ക് ചിന്തിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്.